മമ്മൂക്കയുടെ അടുത്തു വരാനിരിക്കുന്ന ചിത്രമാണ് ബ്രഹ്മയുഗം. ഒരുപാട് പ്രത്യേകതകളോടുകൂടിയാണ് ഈ ചിത്രം ഫെബ്രുവരി 15 റിലീസ് ചെയ്യുന്നത്. ഇതിലെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇറങ്ങുന്നത്. 1984-85 കാലത്തിന് ശേഷം വീണ്ടും 2024 മുഴുനീള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നു. പഴയകാല ചരിത്രകഥ പറയുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവാം. അത് നമുക്ക് പടം കാണുമ്പോൾ അറിയാൻ സാധിക്കും. പിന്നെ ഇതിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മമ്മൂക്കിയെ ഇതിൽ ഒരു നെഗറ്റീവ് ടച്ചിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വിധേയനിലെ ഭാസ്കര പട്ടേലറിനും പാലേരി മാണിക്യത്തിലെ അഹമ്മദ് ഹാജിക്കും ശേഷം ഈ ചിത്രത്തിൽ മമ്മൂക്ക നെഗറ്റീവ് റോൾ ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് ആവേശം കൂടും. കാരണം നെഗറ്റീവ് റോൾ ചെയ്ത് കാണികളെ ഭയപ്പെടുത്താനുള്ള കഴിവ് മമ്മൂക്കയ്ക്ക് അപാരമാണ്. ഇത്തവണ നമ്മളെ ഭയപ്പെടുത്താനായി വരുന്നത് കുഞ്ചമൻ പോറ്റി എന്ന കഥാപാത്രമായാണ്. ആരാണ് ഈ കുഞ്ചമൻ പോറ്റി? നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും. ചിലപ്പോൾ കഥകളിലോ സീരിയലുകളിലോ ഈ പേര് ശ്രദ്ധിച്ചിട്ടുമുണ്ടാവാം. കടമുറ്റത്ത് കത്തനാലിൽ വന്നുപോകുന്ന കുഞ്ചമൻ പോറ്റി എന്ന ഈ പേര്, അതെ, ഇവർ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രണ്ടുപേർ. ആദ്യം സുഹൃത്തുക്കളായിരുന്നിവർ ക്രമേണ ശത്രുക്കളായി എന്നാണ് പറയപ്പെടുന്നത്. കുഞ്ചമൻ ഇല്ലവും അവിടുത്തെ കുഞ്ചമൻ പോറ്റിയും ചാത്തൻ പൂജയും അവരെ സേവിക്കുകയും അടിമകളാക്കി വെക്കാറുണ്ടായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. ആദ്യമായി ചാത്തനെ നേരിട്ട് പ്രത്യക്ഷപ്പെടുത്തിയത് കുഞ്ചമൻ പോറ്റിയാണ് എന്നും പറയപ്പെടുന്നു. വർഷങ്ങളോളം ചാത്തൻ സേവയും ദുർമന്ത്രവുമായി കുഞ്ചൻ തറവാട്ടിലെ ആ വലിയ കാരണവർ. ഇത്തരം ക്രിയകൾ ചെയ്യുന്ന തിന്മയുടെ ഒരു അടയാളമായി കണക്കാക്കാനായിരിക്കണം ബ്രഹ്മയുഗം എന്ന ഈ ചിത്രത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ടോൺ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രഹ്മയുഗത്തിലെ റിലീസായ പാട്ടിൽ ആദിത്യനില്ലാതെ എന്നൊരു വരിയിൽ പറയുന്നുണ്ട്, ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ സൂര്യന്റെ വെളിച്ചത്തെ പോലും മറച്ചുവെക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പകലിനെ രാത്രിയാക്കാൻ കഴിയുന്ന ഒരാൾ എന്ന് സൂചിപ്പിക്കാനായിരിക്കണം അങ്ങനെ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരമൊരു റോൾ മമ്മൂക്കയുടെ കൈകൾ ഭദ്രമാണ്. അതുപോലെ റെഡ് വൈൻ, ഭൂതകാലം തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത രാഹുൽ സദാശിവന്റെ ഡയറക്ഷൻ കൂടിയാകുമ്പോൾ ചിത്രം ഗംഭീരമായിരിക്കുമെന്നതിന് ഒരു സംശയവും വേണ്ട. അത് ടീസറിലും ട്രെയിലറിൽ നിന്ന് വ്യക്തവുമാണ്. അധികം ആരും വന്നു കയറാത്ത ഒരു മനയിലേക്ക് ഒരാൾ എത്തിപ്പെടുന്നതും ഒരുപാട് കാലത്തിന് ശേഷം ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുന്ന ആ മനയിലെ കാരണവരും, തുടർന്ന് ആ മനയിൽ വെച്ച് അയാൾ നേരിടുന്ന പ്രശ്നങ്ങൾ അയാളെ മാത്രമല്ല കാണുന്ന കാഴ്ചക്കാരെയും വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നത് തീർച്ച. അതുപോലെ തന്നെ ട്രെയിലറിൽ കാണിക്കുന്ന പകിടകളിയും ആ കളിയെ ബേസ് ചെയ്തുമായിരിക്കണം പിന്നീട് അങ്ങോട്ട് സിനിമ നീങ്ങുന്നത്. ആ കളിയിലെ ഓരോ തോൽവിയും ഓരോ വീഴ്ചയും ഓരോ ഭ്രാന്ത നിയമങ്ങളും അയാളെ എങ്ങനെ വേട്ടയാടുന്നു തുടങ്ങിയവ ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. അതുതന്നെയായിരിക്കണം ബ്രഹ്മയുഗം, ദ ഏജ് ഓഫ് മാഡ്നസ്. എന്തായാലും ഒരു പുതിയ ലോകവും ഒരു പുതിയ അനുഭവമായിരിക്കും ഈ സിനിമ നമുക്ക് തരുന്നത് എന്ന കാര്യം തീർച്ച. എന്തായാലും രാക്ഷസ നടികർ എന്ന പേര് ഇപ്പോൾ എന്തുകൊണ്ടും യോജിക്കുന്നത് മമ്മൂക്കയ്ക്ക് തന്നെയാണ്. കാരണം കുഞ്ചമൻ പോറ്റി എന്ന കഥാപാത്രത്തിലേക്കുള്ള മമ്മൂക്കയുടെ പരകായ പ്രവേശമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ചിത്രം കണ്ടിറങ്ങിയാലും ഈ കഥാപാത്രത്തിന്റെ ഹാങ് ഓവർ നമുക്ക് കുറച്ച് ദിവസം ഉണ്ടാവുമെന്നത് തീർച്ച. അപ്പോൾ കാത്തിരിക്കാം ബ്രഹ്മയുഗത്തിന്റെ റിലീസിനായി.